നമസ്കാരം ഫ്രണ്ട്സ്. നമ്മുടെ അഫ്സൽ ബ്രോന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സുഹൃത്താണ്, സ്നേഹിതനാണ്, ഖത്തർ കപ്പിൾസ്. അപ്പോൾ ഞങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ ഒന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉറക്കമില്ലായ്മ. പലർക്കും ഞങ്ങളെല്ലാം ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരു മൂങ്ങ വംശജരായിക്കൊണ്ടിരിക്കുകയാണ്. മൂങ്ങയുടെ തലമുറ എന്ന് പറയുന്ന പോലെ ഇപ്പൊ നമ്മളല്ല കേട്ടോ, നമ്മൾ കണ്ടവരൊക്കെ ഈ ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. മടി GCC സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണവരും അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ജോലി ഇല്ലാത്തവരൊക്കെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യണ ഒരു സംഭവമാണ് ഒരു ഷെഡ്യൂൾ ഇല്ലായ്മ. കാര്യം നമ്മളത് ഓവർകം ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ ഓർത്ത് രാത്രി കിടക്കും. പക്ഷെ രാവിലെ ആകുമ്പോൾ പിന്നെയും 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങും. നമ്മളെ തന്നെ ചൂഴ്ന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ലൈഫ് സ്റ്റൈലാണ് ഇത്. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മടീനെ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ജീവിച്ച ആ ഒരു ചുറ്റുപാടിനെ ഓവർകം ചെയ്യാൻ പറ്റണില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ശരിക്കും ഇത് ഉറക്കമില്ലായ്മയല്ല, ഇത് കാശില്ലായ്മയാണ്. കാശില്ലാത്തോണ്ടായി ചിന്തിച്ചിട്ട് ഉറങ്ങാത്ത കുറെ ആൾക്കാർ, മറ്റു പല ടെൻഷൻ കൊണ്ട് ചിന്തിച്ച് ഉറങ്ങാത്തവര് അങ്ങനെയുണ്ട്. പിന്നെ വേറെയുള്ള ആവശ്യമില്ലാതെ നമുക്ക് പ്രയോറിറ്റി ഇല്ലാത്ത കുറെ കാര്യങ്ങൾ, മേ ബി അത് ഇൻസ്റ്റ വീഡിയോസ് നോക്കിയിരിക്കലാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അത് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. പിന്നെ തന്നെ താളം തെറ്റി രാത്രിയിൽ ഉണർന്നിരുന്ന് രാവിലെ ഉറങ്ങുന്ന ഒരു ജനസമൂഹത്തിൽപ്പെട്ടവരാണ് ഒരു പറവ പോലും ഏർലി ബേർഡ് ഗെറ്റ് പോകുന്ന പറയാം. അത് രാവിലെ എഴുന്നേൽക്കുന്ന പക്ഷിക്ക് ഇര കിട്ടുള്ളൂ എന്ന്. നമ്മള് ഇപ്പൊ ഇത് പലരുടെ ഇടയിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ കുറെ ആളുകളുടെ ഇടയിൽ ഈ ഒരു മടി തന്നെയാണ് ഉറക്കം കൂടുതലും. ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ, ഒരു നമ്മളിങ്ങനെ ലേറ്റ് ആയിട്ട് എണീക്കുമ്പോൾ എനിക്ക് തോന്നണ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഒരു 10 മണി 11 മണിയായിട്ട് എണീറ്റാലും എൻ്റെ ഒരു ഉറക്കം അങ്ങ് പൂർണ്ണമായിട്ട് ഉറങ്ങാണ്ട് പിന്നെയും നമ്മൾ എണീറ്റാലും ഒരു ആക്റ്റീവ് അല്ലായിരിക്കും. അതായത് ഒരു ലേസി മൂഡിൽ അങ്ങ് കഴിഞ്ഞു പോകും. രാത്രി ആകുമ്പോൾ ഫുൾ എനർജിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് നേരെ തിരിച്ചാണ്. രാവിലെ നല്ല എനർജി ആയിട്ട് എണീറ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എന്നുള്ള. പക്ഷെ എനിക്ക് കിട്ടണില്ല. നിനക്ക് കിട്ടുന്നുണ്ടോ സമയം? അതായത് ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫോണിൽ ബാറ്ററി റീചാർജ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. രാവിലെ എണീക്കുമ്പോഴേക്കും നമ്മുടെ ബാറ്ററി ഒക്കെ ഫുൾ ചാർജിലാണ് ഉണരേണ്ടത്. പക്ഷെ ഇത് നമ്മുടെ ബാക്കിയുള്ള എനർജി ഒക്കെ മറ്റു പല കാര്യങ്ങൾക്കും കൊടുത്തുകൊണ്ട് രാവിലെ എണീക്കുമ്പോഴേ നമുക്ക് എനർജി ഇല്ലാത്തൊരവസ്ഥയും, പിന്നെ ആ ഒരു ദിവസം നാളെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പ്രൊക്കാസ്റ്റിനേഷൻ, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഡിലേ ആക്കി അതാണ് എനിക്ക് എന്റെ ലൈഫിൽ നടക്കുന്ന ഒരു മെയിൻ പ്രശ്നം. അതായത് ഞാൻ ഒരു കാര്യം ചെയ്യണം എന്ന് ഓർത്ത് എഴുതി വെച്ചാലും എനിക്കൊരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒട്ടും ഫോക്കസ്ഡ് അല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളില്. പിന്നെ മാത്രമല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടോ അഫ്സല് ചെയ്യുന്നത്. ഞാൻ അത് എന്താന്ന് വെച്ചാൽ, ഇത് ഇനി വലിയ എഡിറ്റിങ്ങോ മ്യൂസിക്കോ ഒന്നും ഇടാതെ, വലിയ അട്രാക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് തുരതുര വീഡിയോ ഇടണമെന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ പറയണത് കേൾക്കാനോ അതിൽ കാര്യം ഉണ്ടോ വെച്ചാൽ മാത്രം കണ്ടാൽ മതി. അല്ലാതെ കുറെ എഡിറ്റിങ്ങോ മറ്റുള്ള ഗിമ്മിക്കുകളും ഉണ്ടോ നമ്മുടെ വീഡിയോ റോ ആയിട്ടുള്ള ഇടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് മാക്സിമം നമ്മുടെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന ജെന്യൂനിറ്റി ഉള്ള ഒരു ഇതായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ മടി വരാൻ കാരണം ആരാന്നറിയാം? എന്റെ ഭാര്യ. ഇവള് 11 മണി ആയാലും ഇവള് എണീക്കില്ല. പിന്നെ ഞാൻ എങ്ങനെ നേരത്തെ എണീക്കും? കൂട്ടത്തിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കപ്പിളാണ് നമുക്ക് വേണ്ടത്. മൃഷ്ടാന്ന ഭോജനം സുഖന ശയനം നമ്മളതിലില്ല, കണ്ടാ മതി എന്ന് പറഞ്ഞേ. അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാവരും ഇനിയും ഉറക്കമില്ലായ്മയെ പറ്റി മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട്, ഇതിപ്പോ ഒരു വെറുതെ ഇൻട്രോ പോലെ പറഞ്ഞ കേട്ടോ, അടുത്ത കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. കുറച്ച് ക്വാളിറ്റി ഉള്ള ചർച്ചകളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഈ സംഭവം ഇഷ്ടമായി കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് ഫോളോ ചെയ്ത് വിട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് വേണമെന്നില്ല. നമുക്കിത് വെറുതെ കിട്ടുന്ന നെറ്റാണ്, അതുപോലെ ഫോണിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. ഇത് ഞങ്ങൾക്ക് ആദ്യം ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് ഞങ്ങൾ നോക്കുള്ളൂ. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് താല്പര്യമായോ ഗൈസ്? നോക്കൂ ഗൈസ്, നമുക്കിത് ഇഷ്ടമായോ അല്ലേ നമ്മൾ അറിയണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി. ഞാൻ ആക്ച്വലി എന്റെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ, എനിക്കൊരു 10 വർഷം കഴിയുമ്പോ അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോ എനിക്ക് തന്നെ ഒരു രീതിയിലുള്ള ഒരു എക്സാം ചെയ്യാനാണ് ഞാനത് നോക്കാറ്. അപ്പൊ ഞാൻ വീഡിയോസ് ഇടുമ്പോ അന്ന് ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും നോക്കാലോ. വീഡിയോ കാണുമ്പോ അന്ന് എവിടെയാണ്, ഇന്ന് ഞാനിപ്പോ എവിടെയാണ്, എനിക്ക് പ്ലസ് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്തായാലും കറന്റ്ലി ഞാൻ വലിയ മടിയനാണ്. നമ്മൾ മടിയന്മാരായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഉറക്കമില്ലായ്മയെ പറ്റി സ്റ്റാർട്ട് ചെയ്തത്. മടിയെ പറ്റി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൽ കാര്യമായിട്ടുള്ള വിഷയങ്ങളോ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനിയുള്ളത് ഇതിന്റെ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തില്ലേ, നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ വന്ന് ഒരു വാല്യൂ ഉള്ള കണ്ടന്റുകൾ തരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതുവരെ ഖത്തറിലുള്ള എല്ലാ ലോക മലയാളികൾക്കും അഭിവാദ്യങ്ങൾ. ബെൽ ബട്ടൺ പൊട്ടിച്ചോളൂ.